ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കൊള്ളു പുളിയാണ് കേട്ടോ വെക്കാൻ പോണത്. കൊള്ളു നന്നായിട്ട് വറുത്ത ശേഷം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ മണ്ണൊക്കെ ഉണ്ടാകുക, അരിച്ചെടുത്ത് വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഉപ്പേരി പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വറുക്കാൻ വേണ്ടി പുളിക്ക് വേണ്ടിയിട്ട് കൊത്തമല്ലി, പിന്നെ വറമുളക്, കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാനുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് കൊള്ളുപ്പീരി പൊരിക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഉപ്പേരി പൊരിച്ചെടുക്കുക. കൊള്ളുപ്പേരിയിട്ട് മഴ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നല്ല ദേഹത്തിന് നല്ലൊരു പിന്നെ മേലുകയും കടച്ചിലും വേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകട്ടെ. കൊള്ളു രസം വെക്കാം, കൊള്ളു വെള്ളം കൊടുത്തിട്ട് രസമൊക്കെ വെക്കാം. അപ്പൊ അങ്ങനെയും വെക്കാം, ഞാൻ ഉണ്ടാക്കുന്ന പോലെയും വെക്കാം കേട്ടോ. അപ്പൊ ഉപ്പേരിയൊക്കെ നന്നായിട്ട് കൊള്ളുപ്പേരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളി വെക്കാനുള്ളത് കൊള്ളു വേവിച്ചതിൽ കുറച്ച് പുളി കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇത് വേകുമ്പോഴേക്കും കൊള്ളൊക്കെ നന്നായി ഒന്ന് തിളച്ച് വേകുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുട്ടക്കോസും പിന്നെ കൊത്തമരക്ക ഇട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്തു, കടുക്, വറമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കണില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് ഇത് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് 1 സ്പൂണ് വെള്ളം തെളിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് വേകാൻ വെക്കാം. പിന്നെ നമുക്ക് ഈ മസാല അരക്കണമല്ലോ കായപ്പുളിക്ക്. അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് പിന്നെ ഈ വറുത്ത് പിന്നെ മുളകും മസാലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അരയ്ക്കാം. പിന്നെ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇങ്ങനെ മിക്സിയിലൊക്കെ ഇട്ട ശേഷം ഇതങ്ങ് ഈ പോസ്റ്റിലാണ് നിൽക്കുക. നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുക, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് എല്ലാവരും നിൽക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരച്ചു കഴിഞ്ഞ് കറണ്ട് പോയി കേട്ടോ. ഈ മഴ സമയമാകും കാരണം ഈ കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ അരച്ചു കഴിഞ്ഞ കാരണം കുഴപ്പമില്ല. പിന്നെ മസാലയൊക്കെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി എണ്ട് തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും നാളേക്കാണ് നല്ല ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാകുക. പിന്നെ ക്യാബേജ് പിന്നെ അവരൊക്കെയായിട്ട് നന്നായിട്ട് പൊരിഞ്ഞു തേങ്ങ ഇടാണ്ട് വെക്കും. തേങ്ങയും പരിപ്പും ഒന്നുമില്ല, സിമ്പിളായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ച് നല്ലോണം തിളപ്പിക്കുക. പുളിയും പിന്നെ മസാലയൊക്കെ നന്നായി തിളച്ച് ഒന്ന് കറക്റ്റാക്കി നോക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കാം. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി എടുത്തു, കടുകും പിന്നെ വറമുളകും ഒക്കെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ കൊള്ളിൻ്റെ വെള്ളം എടുത്ത് വെച്ചില്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പിന്നെ വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, വറമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ടിട്ട് നന്നായിട്ട് താളിക്കുക. എന്നിട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അതിൽ ഉപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളി രസം വെക്കാൻ നല്ലതാണ്. മഴയത്തൊക്കെ